നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ പ്രവീൺ ജി കെ, SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്. എന്താണ് ഹാർട്ട് അറ്റാക്ക്? ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്കാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ആ രക്തതടസ്സം ഉണ്ടാകുമ്പോൾ ആ ഹൃദയത്തിൻ്റെ പേശികൾക്ക് വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടാതെ ആ പേശികളിൽ കേടുപാട് ഉണ്ടാവുകയും ആ കേടുപാടുകൾ കാരണം പേശികൾ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണയായി നെഞ്ചുവേദന, ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് ആണ് സാധാരണയായി രോഗികൾക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നത്. അത് ഒരു ഭാരം പോലെയോ ഒരു അമർത്തുന്ന വേദനയായിട്ടാണ് മിക്കവർക്കും അനുഭവപ്പെടാറ്. ആ വേദന കഴുത്തിലോട്ടോ ഷോൾഡറിലോട്ടോ രണ്ട് കക്ഷത്തിലോട്ടോ വയറിൻ്റെ മേൽഭാഗത്തോ അനുഭവപ്പെടാറുണ്ട്. അതോടൊപ്പം തന്നെ രോഗികൾക്ക് വിയർപ്പ്, ഓക്കാനം, ഛർദിൽ ഇതെല്ലാം അനുഭവപ്പെടാറുണ്ട്. ചില രോഗികൾക്ക് തലകറക്കം, ബോധക്ഷയം മുതലായവ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം അനുഭവപ്പെട്ടാൽ അത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് ഉറപ്പിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഒരു ECG എടുക്കേണ്ടതാണ്. ആ ECGയിലെ ചേഞ്ചസ് അനുസരിച്ചാണ് നമ്മൾ ഹൃദയാഘാതത്തെ രണ്ടായി തിരിക്കുന്നത്. ഒന്ന് ST എലിവേഷൻ MI, അതായത് മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. രണ്ടാമത്തെ കാറ്റഗറി നോൺ ST എലിവേഷൻ MI അല്ലെങ്കിൽ മൈനർ അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ ഒരു മേജർ അറ്റാക്ക് വരുന്ന രോഗിക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ആ ബ്ലോക്ക് തുറന്ന് രക്തയോട്ടം പുനഃസ്ഥാപിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ ഭാഗത്തെ പേശികൾ പൂർണ്ണമായി നശിച്ചു പോവുകയും പിന്നീട് ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷൻ കുറഞ്ഞ് രോഗികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ST എലിവേഷൻ MI ഉള്ള രോഗി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി സംവിധാനമുള്ള ആശുപത്രിയാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. അതാണ് അതിൻ്റെ ഏറ്റവും മികച്ച ചികിത്സാ രീതി. ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സൗകര്യം ഇല്ലെങ്കിൽ അതിന് സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ അടുത്തുണ്ടെങ്കിൽ അങ്ങോട്ട് എത്രയും പെട്ടെന്ന് റെഫർ ചെയ്യണം. അടുത്ത ഹോസ്പിറ്റലുകൾ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ആ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് അവിടെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ത്രോംബോലൈസിസ് എന്ന് പറയും. അപ്പോൾ ആ രക്തക്കട്ട അലിയിക്കുന്ന മരുന്ന് കൊടുത്താൽ നമുക്ക് ഒരു 50% രോഗികളിൽ രക്തക്കട്ട അലിഞ്ഞു പോവുകയും ആ രക്തോട്ടം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ആ രോഗിയെ എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി സംവിധാനങ്ങളുള്ള ഒരു വലിയ റെഫറൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യേണ്ടതാണ്. ഇനി മൈനർ അറ്റാക്ക് അല്ലെങ്കിൽ നോൺ ST എലിവേഷൻ MI എന്ന് പറയുന്ന രോഗാവസ്ഥയിൽ ഈ രക്തക്കുഴലുകളിലെ ബ്ലോക്ക് ചിലപ്പോൾ ഒരു 95 മുതൽ 99% ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു അല്പം രക്തയോട്ടം ആ ഭാഗത്തേക്ക് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് അവിടെ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. നമുക്ക് ആ രക്തക്കട്ട അലിയാനുള്ള മരുന്ന് കൊടുക്കുകയും രോഗിയുടെ സിംറ്റംസ് കുറവാണെങ്കിൽ നമുക്ക് 24 മണിക്കൂറിന് ശേഷം ഒരു ആൻജിയോഗ്രാം ചെയ്ത് ആ ബ്ലോക്കിൻ്റെ രീതി അനുസരിച്ച് മരുന്ന് ചികിത്സ തുടരുകയോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയിലോട്ടോ പോവുകയോ ചെയ്യാം. ഇനി അഥവാ ഈ മൈനർ അറ്റാക്കുള്ള രോഗികളുടെ വേദന കടുക്കുകയോ അല്ലെങ്കിൽ നെഞ്ചെടുപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ ശ്വാസമുട്ട് അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഈ രോഗികൾക്ക് നമ്മൾ സമയം കളയാതെ എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് മാറ്റാനുള്ള വഴികൾ നോക്കേണ്ടതാണ്. ഇനി ഒരു അറ്റാക്ക് വന്ന രോഗിക്ക് എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടാകും? പകുതിയോളം രോഗികൾ ഹാർട്ട് അറ്റാക്കുള്ള മേജർ ഹാർട്ട് അറ്റാക്ക് വരുന്ന പകുതിയോളം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടാറാണ് പതിവ്. ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം മതിയായ ചികിത്സ ലഭിക്കുകയാണെങ്കിൽ ഒരു 95% രോഗികൾക്കും മറ്റ് പ്രശ്നങ്ങളില്ലാതെ പോവാം. പക്ഷേ ഒരു 5% രോഗികളിൽ നമുക്ക് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഹാർട്ടിൻ്റെ ഭിത്തികളിൽ വിള്ളലുണ്ടാവാം, ഹാർട്ടിൻ്റെ നെഞ്ചിടിപ്പിൽ വ്യതിയാനങ്ങൾ, നെഞ്ചിടിപ്പ് കുറഞ്ഞു പോവുകയോ വളരെ വേഗത്തിലാവുകയോ ചെയ്യുകയും ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്യാം. വാൽവുകളിൽ ലീക്കേജ് ഉണ്ടാവാം. അപ്പം ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉള്ള രോഗികൾക്ക് ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം രോഗികൾ തുടർന്നും മരുന്ന് കഴിക്കേണ്ടതുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ രോഗിക്ക് ഒരു വർഷത്തോളം മെഡിസിൻസ്, രക്തക്കട്ട അലിയിക്കാനുള്ള മെഡിസിൻസ് കഴിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് അത് കുറവാണെങ്കിൽ അതിനുള്ള മെഡിസിൻസ് കഴിക്കണം. ബ്ലഡ് പ്രഷർ, ഷുഗർ മുതലായ രോഗാവസ്ഥകളുണ്ടെങ്കിൽ അതിനുള്ള മരുന്നും പേഷ്യൻസ് കഴിക്കേണ്ടതാണ്. ഒരു വർഷത്തിന് ശേഷം നമുക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള മരുന്നിൻ്റെ എണ്ണം മിക്ക രോഗികളിലും
ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഒരു അറ്റാക്കിന് ശേഷം പേഷ്യൻ്റ് സാധാരണഗതിയിൽ ഒരു 5 ദിവസം ഹോസ്പിറ്റലിലിരിക്കും. അതിനുശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം ആദ്യത്തെ ഫോളോ അപ്പ് 2 ആഴ്ചയ്ക്ക് ശേഷവും പിന്നീട് 2-3 മാസത്തിലൊരിക്കലായിരിക്കും നമ്മൾ രോഗിയെ വിളിക്കുന്നത്. ഈ ഫോളോ അപ്പ് വിസിറ്റിൽ രോഗിയുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ഹാർട്ടിൻ്റെ പമ്പിംഗ് ഫങ്ഷൻ മുതലായ അസസ് ചെയ്തതിന് ശേഷം അതിനുള്ള മരുന്നുകൾ ക്രമീകരിക്കുകയാണ് പതിവ്. പിന്നെ ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉള്ള രോഗിക്ക് അടുത്ത 5 വർഷത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഒരു 20%. ആ ഭാവിയിൽ അറ്റാക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ രോഗികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. മിക്കവാറും ആസ്പിരിൻ മുതലായ ഗുളികകളാണ് കഴിക്കേണ്ടത്. അത് ആജീവനാന്തം കഴിക്കേണ്ടതായും വരും. അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ ലെവൽ വളരെ താഴ്ത്തി വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് അവരുടെ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കൊളസ്ട്രോൾ 70 മില്ലിഗ്രാമിൽ താഴെ നിർത്തുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ അതിനുള്ള മരുന്നുകളും രോഗി ആജീവനാന്തം കഴിക്കേണ്ടി വരും. നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. ശരിയായ ചികിത്സ നടത്തുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒരു നോർമൽ ലൈഫ് എല്ലാവർക്കും നയിക്കാൻ കഴിയും. താങ്ക് യു.